ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ അമ്മ എന്ന സംഘടനയെ പറ്റിയുള്ള വീഡിയോ ആണ്. ഓരോ ദിവസം കഴിയും തോറും നാറിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുന്ന തരത്തിലുള്ള വാർത്തകളും കഥകളും അപരാധങ്ങളും അവിഹിതങ്ങളുമാണ് പുറത്തോട്ട് വരുന്നത്. ഇതിന് ഒരിക്കലും ഒരു താരസംഘടന എന്ന് പറയാൻ പറ്റില്ല. തറകളുടെ സംഘടന, തറകളുടെ. നമ്മുടെ കേരള പൊളിറ്റിക്സിൽ പോലും ഇമാതിരി തറകൾ കാണൂല. എന്തോരം നാറിയ പുഴുത്ത കഥകളാണ് ഇന്നെ പുറത്തോട്ട് വരുന്നത്. ഇത് നമുക്ക് രണ്ട് കാര്യത്തെ പറ്റി സംസാരിക്കാനുണ്ട്. ഒന്ന്, അൻസിബ ആൻഡ് ടിനി ടോം ഇഷ്യൂ. അതൊരു സൈഡിൽ കൂടെ പോകുന്നു. അതിപ്പോൾ പുതിയതായിട്ട് വന്നാൽ ഇത് നേരത്തെ തന്നെ ഉള്ളതാണ്. ഇപ്പോഴാണ് അത് കുറച്ചും കൂടെ അതിന്റെ വ്യാപ്തി മനസ്സിലായത്. അവിടെ ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് ജോലി ചെയ്തിരുന്ന അതുല്യ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവം, അവരും ഈ കുക്കു പരമേശ്വരൻ, ട്രഷററായിട്ടുള്ള ഉണ്ണി ശിവപാലു, ഇവരൊക്കെ തമ്മിലുള്ള ഇഷ്യൂ ആണ് സെക്കൻഡ് ഇഷ്യൂ. പല പല ലേയേഴ്സ് ഓഫ് പ്രശ്നങ്ങളാണ് ഈ സംഘടനയ്ക്കകത്തുള്ളത്. ഈ രണ്ട് ഇഷ്യൂവിനകത്തും ഒരു കണക്ടിങ് ത്രെഡ് ഈ നീനാക്കുറുപ്പാണ്. അല്ല, നാരദം കളിയാണ് ഈ നീനാക്കുറുപ്പ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഉടായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ഉടായ്പ. ഇന്ന് ഈ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതുല്യ എന്ന് പറയുന്ന ആ പെൺകുട്ടി, ഇവര് മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്ത മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇവർ തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം, ഏതാണ്ട് 10-41 മിനിറ്റുള്ള സംഭാഷണമാണ്. അതും ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതുല്യ ഇന്നുകൊണ്ട് കേസ് കൊടുത്ത്, കമ്മീഷണർ കേസ് കൊടുത്ത്, അതോടൊപ്പം തന്നെ മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട് കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ആദ്യം നമുക്ക് അതുല്യയുടെ എന്താണ് പ്രശ്നം എന്ന് നോക്കാം. അതുല്യയുടെ കംപ്ലൈന്റിനകത്തുള്ളത് തൊഴിൽ പീഡനമാണ്. ആർക്കെതിരെയാണ് കൊടുത്തേക്കുന്നത്? അമ്മയുടെ ട്രഷററായിട്ടുള്ള ഉണ്ണി ശിവപാലിനെതിരെ. 7 മാസമായിട്ട് അതുല്യ ഈ അമ്മയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ നല്ല രീതിയിൽ ജോലി ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവുമില്ലാതെ ഇവരെ പുറത്താക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ. ആരാണ് പുറത്താക്കുന്നത്? ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരൻ. ഇതേ തുടർന്ന് ഒരു പരാതിയുമായിട്ട് അമ്മയിൽ ഈ പെണ്ണ് പോവുകയും പിന്നീട് മെയ് 12-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഇവരെ തിരിച്ചെടുത്തു. ഈ അതുല്യ, അതുപോലെ തന്നെ സെക്യൂരിറ്റി ആയിട്ടുള്ള മുഹമ്മദിനെ, രണ്ടുപേരെയും കൂടാണ് പുറത്താക്കുന്നത്. ഈ ജോലി മര്യാദയ്ക്ക് ചെയ്തില്ല എന്നുള്ള തരത്തിലൊന്നുമല്ല. ഇവരുടെ എന്തൊക്കെയോ ഉടായ്പകൾ ഇവർ, ഈ പെണ്ണൊന്നെങ്കിൽ കൂട്ടു നിന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ പെണ്ണിനെ അറിയാം അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവരുടെ ഉടായ്പകൾ നടക്കുന്നില്ലായിരിക്കും, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പെണ്ണിനെ പുറത്താക്കിയത്. അതിനുശേഷം ഈ പെണ്ണിനെ പറ്റി അവിഹിത കഥകളാണ് അടിച്ചിറക്കുന്നത്. വെറും വൃത്തികെട്ട കഥകൾ ഈ കുക്കു എന്ന് പറയുന്നവൾ പറഞ്ഞുണ്ടാക്കുകയാണ്. അതുല്യ എന്ന് വന്ന് വാർത്തയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വെക്കാം. ഉണ്ണി ശിവപാലിനെതിരെ ഞാൻ പരാതി അമ്മയിൽ കൊടുത്തപ്പോൾ, അത് പുറത്തറിഞ്ഞിട്ടുള്ള സമയമല്ല, ഞാൻ ഫസ്റ്റ് കംപ്ലൈന്റ് കൊടുത്ത സമയം തൊട്ട് അവിടെ ഇതിനുള്ള തിരക്കഥ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ അറിയുന്നത് ആ കമ്മിറ്റിയിൽ, മെയ് 12 നടന്ന കമ്മിറ്റിയിൽ മാത്രമാണ്. അപ്പം ഈ ഓഡിയോയിൽ തന്നെ അത് പറയുന്നുണ്ട്, ഉണ്ണി സാറിനെ രക്ഷിക്കാൻ മുഹമ്മദ് കൂടെ നിൽക്കണം എന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞു എന്നുള്ളത് ഈ ഓഡിയോയിൽ വ്യക്തമായിട്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നുണ്ട്. ഉണ്ണി ശിവപാലിനെതിരെ എന്ത് പരാതിയാണ് കൊടുത്തത് സംഘടനയ്ക്കുള്ളിൽ? അപ്പൊ ഞാൻ വെറുതെ തൊഴിൽ പീഡന പരാതിയാണ്. എനിക്ക് അവിടെ വന്ന സമയം തൊട്ട് ഇയാൾ കാണിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ, എന്നെ പാതിരാത്രി വരെ ജോലി ചെയ്യിക്കുന്നതും, വീട്ടിൽ ചെന്നാലും സ്വസ്ഥത തരാതെ എൻ്റെ ഫോണിലേക്ക് അയക്കുന്ന മെസ്സേജുകൾ, എന്നെ വാട്സാപ്പിൽ 12 മണിക്കും 12:30ക്കും ഒക്കെ പാതിരാത്രി വിളിച്ചിട്ടുണ്ട്, മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകൾ, വ്യക്തമായ തെളിവുകൾ എൻ്റെ ഉണ്ട്. ഈ തെളിവോട് കൂടിയാണ് ഞാൻ അന്ന് ഈ മെയ് 12 മീറ്റിങ്ങിൽ പോലും ചെന്ന് ഈ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് ഈ കമ്മിറ്റി ഈ നടപടി തെറ്റായിപ്പോയി എന്ന് പറയുകയും ഈ ടെർമിനേഷൻ റദ്ദാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ടെർമിനേഷൻ പെട്ടെന്ന് ചെയ്തതിനൊരു ന്യായീകരണം ഉണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 7 മാസം, എന്റെ പെർഫോമൻസ് അൺസാറ്റിസ്ഫാക്ടറി എന്നാണ് അവരതിൽ പറഞ്ഞിരിക്കുന്നത് ടെർമിനേഷൻ ലെറ്ററിൽ. എന്ത് ജോലികളായിരുന്നു ചെയ്തു വന്നിരുന്നത്? അപ്പൊ ഈ ഒരാളുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടോ, എന്റെ പെർഫോമൻസ് മോശമാണെങ്കിൽ ഒരാഴ്ച അല്ലെ 1 മാസം 2 മാസത്തിൽ കൂടുതൽ എന്നെ വെക്കേണ്ട കാര്യമില്ല. ഈ 7ാമത്തെ മാസം എന്നെ പറഞ്ഞു വിടുമ്പോൾ എങ്ങനെയാണ് എന്റെ പെർഫോമൻസ് മോശമാകുന്നത്? അതുപോലെ പെർഫോമൻസ് ശരിയല്ലാത്ത ഒരാളെ പാതിരാത്രിയിലും വെളുപ്പിനെയൊക്കെ ഇങ്ങനെ ജോലി ചെയ്യിക്കുമോ? ഇക്കാര്യങ്ങൾ പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ പ്രസിഡന്റ് എടുത്ത നിലപാട് എന്തായിരുന്നു? പ്രസിഡന്റിനോട് പറഞ്ഞ ശേഷമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഈ പരാതി ചെന്ന ശേഷം അവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിട്ടേ ഇല്ല. അപ്പം അടുത്ത മാസം മീറ്റിങ്ങിന്റെ സമയമൊക്കെ ആയി വന്നപ്പോൾ കുക്കു പരമേശ്വരൻ എന്നോട് തന്നെ ചോദിച്ചു, ഇറങ്ങി പോകുന്നില്ലേ, എങ്ങനെയാണ്, അപ്പം അടുത്ത കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കാനാണ്, എന്താണ് തീരുമാനം എന്നൊക്കെ പറഞ്ഞ് എന്നെ നിരന്തരം എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് 30-ാം തീയതി എനിക്കിങ്ങനെ ടെർമിനേഷൻ തരുന്നത്. അപ്പോൾ ഈ പെണ്ണ് കൊണ്ട് പരാതി കൊടുത്തപ്പോൾ നൈസായിട്ട് കുക്കു പരമേശ്വരൻ അങ്ങ് ടെർമിനേറ്റ് ചെയ്തു. ഇതോടൊപ്പം തന്നെ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരാളുണ്ട്, ഇയാളെയും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഈ പുറത്താക്കിയതിന്റെ കാരണങ്ങൾ ഒന്നും കൂടെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നാറിയ കഥകളൂടെ അടിച്ചിറക്കി. അത് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ ഈ പെണ്ണ് ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു കഥയാണ് അടിച്ചിറക്കിയിരിക്കുന്നത്. അതിനുശേഷം കമ്മിറ്റി ഉണ്ടാകുന്നത് എൻ്റെ അറിവിൽ മെയ് 12-നാണ് കേൾക്കാനായിട്ട് വിളിച്ചൊരു കമ്മിറ്റി അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം സെക്യൂരിറ്റി ജീവനക്കാരനും ഇതുപോലെ പരാതി
ശ്വേതാ മേനോനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ മെയിൽ അയച്ചു കൊടുക്കുകയാണോ വാട്സാപ്പിൽ അയച്ചു കൊടുക്കുകയാണോ എന്തോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പരാതി പറഞ്ഞത് ഞാൻ നിർബന്ധിച്ച് പറയിച്ച പരാതിയാണെന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അയാളെ ഭീഷണിപ്പെടുത്തിയെന്നും ഞാൻ ഹണി ട്രാപ്പിൽ പെടുത്തിയെന്നും ഒക്കെ പറഞ്ഞിട്ട് വൻ കഥകളാണ് അവിടെ ഞാനന്ന് കേട്ടത്. ഈ കുക്കു അടിച്ചിറക്കിയ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്ലാൻ എന്തായിരുന്നു അറിയോ? ഈ അതുല്യ ഡ്യൂട്ടി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് പോയതിനു ശേഷം ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ ഇവരുടെ ക്യാബിനിലോട്ട് വിളിച്ചു വരുത്തും. ആരുടെ? ഈ കുക്കുവിന്റെ. പ്രത്യേകിച്ച് പടമൊന്നും ഇല്ലല്ലോ, ഇത് തന്നെ തൊഴിൽ. അവിടെ വരുന്ന പൈസ മുക്കിയൊക്കെയാണ് ഇവറ്റകൾ ജീവിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഈ ഉണ്ണി ശിവപാൽ പുള്ളി ഏത് പടത്തിനുണ്ട്? പണ്ടം തമിഴ് പടം കണ്ട് അഭിനയിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ല വേറെ പടം ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ കുക്കു പരമേശ്വരൻ അമ്മ ജനറൽ സെക്രട്ടറി ആയപ്പോഴാണ് ഇതിന്റെ പേര് തന്നെ കേൾക്കുന്നത്. ഒരു പടവും ഒന്നും ഇല്ല. അതായത് ഇതിനകത്തുള്ള പൈസയൊക്കെ മുക്കിയിട്ടൊക്കെ തന്നെയാണ് ഇവറ്റകൾ ജീവിക്കുന്നതാണെന്ന് തോന്നുന്നുള്ള കാര്യം പറയാമല്ലോ. അപ്പം ഇവനെ ഈ ക്യാബിനിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് സെക്യൂരിറ്റി ജീവനക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. എന്തും പറഞ്ഞിട്ട് ഈ അതുല്യക്ക് എഗനിസ്റ്റ് ആയിട്ട് നിൽക്കണം. എന്നിട്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരനോട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ഞങ്ങൾ പറയുന്ന പോലെ നീ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അവഹിതമുണ്ടായിരുന്നു. എന്നിട്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ കള്ളു കുടിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഈ വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. ആ വോയിസിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അതുല്യയും സെക്യൂരിറ്റി ജീവനക്കാരും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടു. അതിന്റെ വീഡിയോ വെച്ചിട്ട് അതുല്യ ഇവനെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ഉണ്ണിക്ക് എഗനിസ്റ്റ് ആയിട്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പരാതി നൽകിയത്. നിന്റെ പേര് ഒരിടത്തും വരുത്തില്ല, നിന്നെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തോളാം, ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഉണ്ണി ശിവപാലിനെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവ ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ അടുത്ത്, മുഹമ്മദ് എന്നാണ് പുള്ളിയുടെ പേര്, മുഹമ്മദിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഈ സെക്യൂരിറ്റി ഈ അതുല്യെ വിളിച്ചു പറഞ്ഞ ഒരു വോയിസ്, ഒരു 40-41 മിനിറ്റുള്ള വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വെക്കാം. അത്ര ക്ലിയർ അല്ല വോയിസ്, എന്നാലും നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇങ്ങനെ മുഹമ്മദിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിട്ട് ഒരു ചെറിയൊരു ഇതെടുത്ത് വീഡിയോ എടുത്ത് വെച്ചില്ല. എന്ത് വീഡിയോ മേഡം? മുഹമ്മദ് ഡ്രിങ്ക്സ് കഴിക്കില്ല ചേച്ചി, ഡ്രിങ്ക്സ് കഴിക്കില്ല ചേച്ചി. ഞാൻ ഡ്രിങ്ക്സ് ഹോട്ട് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കില്ല, ബീറ് കഴിക്കണതും. അപ്പൊ ഒരു കാര്യം ചെയ്യാറില്ല, അത് അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ഇങ്ങനെ ആക്കാം. ഒരു വീഡിയോ അവര് എടുത്തു വെച്ചിന്, സെക്സ്വൽ വീഡിയോ. അങ്ങനെ അയക്കാം മുഹമ്മദിന്. ഒന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. അവര് നമുക്ക് ജസ്റ്റ് ഒരു ഇതുപോലെ ഞാൻ ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ. നമുക്ക് അപ്പള് ജസ്റ്റ് ഞാൻ ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞേ. മുഹമ്മദിന് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഹണി ട്രാപ്പിൽ പെടുത്തി രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാല് എന്താണ് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതൊന്നും വേണ്ട, അതൊക്കെ ഇങ്ങനെ ഏത് അവളുടെ പെണ്ണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല അതുല്യ മുഹമ്മദിന്റെ കൂടെ അങ്ങനെ നിന്നത് വീഡിയോ എടുത്ത്. ഞാൻ പറഞ്ഞ ആര് വീഡിയോ എടുത്തത്? അത് ശരിയാ, അതുല്യ വേണ്ട. അപ്പൊ അതുല്യ വീഡിയോ എടുത്ത് നോക്കാം, വേറൊരു സ്ത്രീയോടെ വന്നത് ലെവലായാലും ഇങ്ങനെ ഉണ്ടാവും. ഇത് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, പെണ്ണുങ്ങളൊന്നും വേണ്ട മേഡം പറഞ്ഞു. ഞാൻ പറഞ്ഞു പെണ്ണൊന്നും വേണ്ട. നമ്മള് ഇത് മാത്രം ആക്കല്ലേ, ഏത് ഡ്രിങ്ക് അടിക്കണ. അപ്പൊ അവരുടെ റേഞ്ച് കെട്ടാവുന്ന ഇങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞാല് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. ഇവിടുത്തെ ഉണ്ണിസാഹെല്ലാം എല്ലാം സോൾവ് ആവും. ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ അപ്പൊ അതിന് മോദിന് ഒരു പ്രശ്നം വരില്ല, ആരും അറിയില്ല. ആരും അറിയില്ല, വെളിയിൽ ആരും അറിയത്തില്ലാന്ന്. എങ്ങനെ നിങ്ങൾ ഇങ്ങനെ പറയുന്നതോ അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചത് അറിയത്തില്ലെന്ന്? എന്താണ് അത് രണ്ടും ഇങ്ങനെ ഒരു പറഞ്ഞ പഠിപ്പിക്കായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഞാൻ പേടിക്കണ്ട, ഇതാരും അറിയില്ല, ഞാന് അതിനനുസരിച്ച് കൈകാര്യം ചെയ്തോളാം. മീറ്റിങ്ങിനകത്ത് കൈകാര്യം ചെയ്തോളാന്നായിരിക്കും. അതായത് മുഹമ്മദിന് ഒരു എഫക്റ്റും വരൂല, ആരും അറിയാനും പോകുന്നില്ല. മുഹമ്മദ് ഇതൊന്നും എന്റെ കൂടെ നിന്നാ മതി. അതെങ്ങനെ പറയണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചെന്നപ്പം തന്നെ ഞാൻ പറഞ്ഞു, മേഡം അങ്ങനത്തെ ഒന്നും വേണ്ട, എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, വേറെ എന്തെങ്കിലും നോക്കാം. ഞാനായിട്ട് ഒരാളെ ഇതാക്കണം, എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ അങ്ങനല്ല മുഹമ്മദ്, ഞാൻ പറഞ്ഞുതരാം. അങ്ങനല്ല മുഹമ്മദ് ഞാൻ ഇരിക്കില്ല, ഞാൻ നിന്നോളാന്ന് പറഞ്ഞു. ഇല്ലല്ല മുഹമ്മദ് ഇരുന്നിട്ട് സംസാരിക്കാം. അങ്ങനെ ഈ രീതിയിൽ ഈ അതുല്യയും ഈ സെക്യൂരിറ്റി ജീവനക്കാരും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നുള്ള തരത്തിലൊരു പ്ലാനിങ് ഈ കുക്കു പരമേശ്വരൻ ആൻഡ് ടീം എങ്ങനെ തന്നെ പറയണം ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് പുറത്തോട്ട് വരുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഈ സീരിയസ്ലി ഈ സ്ത്രീയെ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കണം. പണ്ട് ഏതോ 2-3 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതിനകത്ത് ഈ വീഴ്പ്പിനെ ഒന്നും ചുമക്കേണ്ട ആവശ്യകതയില്ല. ഈ സംഘടന നന്നാവണമെങ്കിൽ ഈ മാതിരി ഐറ്റംസിനെ എടുത്ത് കളയണം. ഈ സ്ത്രീകൾ ഇതിന്റെ തലപ്പത്ത് വന്നതിന് ശേഷമാണ് ഇത് ഇത്രയും കുട്ടിച്ചോറായത്. ഇതിപ്പോ ചേരി തിരിഞ്ഞ അടിയാണ്. ഈ അതുല്യ എന്തിന് ഇവർ ടാർഗറ്റ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്മാർക്ക് മുക്കാൻ പറ്റുന്നില്ലേ?
അതോ ഇവരുടെ താളത്തിൽ തുള്ളുന്നില്ലേ? ഇവർക്ക് എഗനിസ്റ്റ് എന്തെങ്കിലും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ പുറത്താക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി ആണെന്ന് തോന്നുന്നു ഇവരുടെ. ലക്ഷ്മിപ്രിയ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു കാര്യം ലക്ഷ്മിപ്രിയ പറഞ്ഞാണ്, ഇവർക്ക് എഗനിസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ പുറത്താക്കാൻ വേണ്ടി പല പരിപാടികളും ഈ കുക്കു ആൻഡ് ടീമും ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഈ വിഷയം ഉണ്ടായ സമയത്ത് ലക്ഷ്മിപ്രിയയുടെ ഇന്റർവ്യൂവിൽ ലക്ഷ്മിപ്രിയ പറഞ്ഞൊരു കാര്യമുണ്ട് കുക്കുവിനെ പറ്റി. അപ്പോൾ ഈ സെക്രട്ടറി അൻസിബ ഹസനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ ഞങ്ങളുടെ എല്ലാം ഫോണിലുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഞങ്ങൾക്ക് തന്ന പരാതിയിൽ അത് കിടപ്പുണ്ട്. ഈ ഒരു സാധനം ഇപ്പൊ പലയിടത്തും ചർച്ചയാവുന്നുണ്ട്. മോഹൻലാലിന്റെ പേര് വെച്ച് വരെ അൻസിബയ്ക്ക് അവിഹിതമുണ്ട് എന്നുള്ള തരത്തിൽ അടിച്ചിറക്കിയിട്ടുണ്ട്. എന്തിനു പറയണം, അൻസിബയുടെ അച്ഛനുമായിട്ട് വരെ ബന്ധമുണ്ട് വേറെ രീതിയിൽ എന്നും പറഞ്ഞ്, എനിക്ക് രണ്ടാനച്ഛനം കണ്ടാന്ന് തോന്നുന്നു, ആ രീതിയിൽ വരെ പറഞ്ഞുണ്ടാക്കി. ഇത് കുക്കു ഈ പറയുന്നത്, നേരിട്ട് പറയുന്നത് ആരുടെ മുന്നിൽ നിന്നിട്ടാണ്? ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അതുല്യയുടെയും സരയുവിന്റെയും മുന്നിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അത് ഈ അതുല്യ പറയുന്നുണ്ട്, എന്റെ മുന്നിൽ നിന്നിട്ടാണ് അൻസിബയെ പറ്റി കുക്കു പരമേശ്വരൻ ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞതെന്ന്. മഹാനടന്മാർക്ക് ഒരു വിലയും ഇല്ലയോടെ. അമ്മയ്ക്ക് പുറത്ത് മഹാനടന്മാര്, അകത്ത് എന്ന് കഴിഞ്ഞാല് വേറെ നടൻ, പെണ്ണുപിടിയൻ എന്നുള്ള ബാനറാണ് മോഹൻലാലിനൊക്കെ ഉള്ളത്. എന്തോന്നാണ് ഇത്? സ്വന്തം സംഘടനയുള്ള ആളുകൾ പോലും ഒരു വില പോലും കൊടുക്കുന്നില്ല. മഹാനടൻ. ഇനി മമ്മൂട്ടിയുടെ ഒക്കെ പേര് ഇനി എപ്പോഴാണ് അടിച്ചിറക്കാൻ പോകുന്നത്? ഇതിനു മുമ്പ് ഈ നീനാക്കുറുപ്പ് ഈ അതുല്യെ വിളിക്കുന്ന ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, അതുല്യെ വിളിച്ചിട്ട് സംസാരിക്കുന്നത്. ഈ നീനാക്കുറുപ്പ് ഇതിന്റെ ഇടയ്ക്കിരിക്കുന്ന ഒരു നാരദനാണ്. ഇവരെല്ലാം ഒരു ബെൽറ്റാ. നീനാക്കുറുപ്പ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാല്. മനസ്സിലായോ? നമ്മൾ എപ്പോഴും വിക്ടിം ആണ് കളിക്കേണ്ടത്. നമ്മൾ ഒഫൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആയി പീപ്പിൾ വിൽ നോട്ട് സപ്പോർട്ട് യു. നമ്മൾ അതേപോലെ എന്നെ അവർ വിക്ടിമൈസ് ചെയ്തു എന്നതിൽ നമ്മൾ എന്താണ് പിന്നെ ഇതിനകത്ത് നീനാക്കുറുപ്പ് വിളിച്ച് പറയുകയാണ്, മോളെ നമ്മൾ വിക്ടിം കാർഡാണ് ഇറക്കേണ്ടത്, നമ്മൾ സ്ത്രീകൾ. ഇപ്പൊ ലക്ഷ്മിപ്രിയയും ഈ നീനാക്കുറുപ്പും തമ്മിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടെ നീനാക്കുറുപ്പ് വിക്ടിം കാർഡ് ഇറക്കിയാണ് നിന്നത്. എന്നാലേ ആൾക്കാർക്ക് ഒരു ദയ നമ്മോട് തോന്നത്തുള്ളൂ, ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. നീനാക്കുറുപ്പ് സ്ഥിരമായിട്ട് ഈ അതുല്യ പ്രശ്നം ഉണ്ടായി അവിടുന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം സ്ഥിരമായിട്ട് നീനാക്കുറുപ്പ് ഇവരെ വിളിക്കുന്നുണ്ട്. നീ മോളെ നീ വേറെ ജോലിക്ക് ചേരണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഇത് ഇവരെ വിളിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നീനാക്കുറുപ്പ് അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും. ഈ പെണ്ണിന്റെ കൂടെ ഒപ്പമാണ് എന്നൊരു തോന്നൽ ഈ പെണ്ണിന് ഉണ്ടാക്കിയിട്ട് ഈ അതുല്യ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അടുത്ത നെക്സ്റ്റ് മൂവ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒപ്പം ഒട്ടി നിൽക്കുന്നത്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ എന്നൊരു നാരദന്റെ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ലോകവശമാണ്. അയ്യോ, കാളകൂട വശം. ഇപ്പൊ അമ്മയും നടന്നുകൊണ്ടിരിക്കുന്നത് ചേരി തിരിഞ്ഞുള്ള അടിയാണ്. ഇതിനകത്ത് എത്ര ടീം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. നിലവിലുള്ള 1-2 ടീമുകളെ ഞാൻ പറയാം. ടീം 1 കുക്കു, ഉണ്ണി ശിവപാലു ആൻഡ് നീനാക്കുറുപ്പ്. ഇവർ 3 ടീമാണ്. പിന്നെ 1-2 ടീംസ് കൂടെ ഇതിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നു. അത് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ആ പേരുകൾ പറയുന്നില്ല. പിന്നെ ടീം നമ്പർ 2 ശ്വേതാ മേനോൻ, ടിനി ടോം, ലക്ഷ്മിപ്രിയ. ഇതിനകത്തും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ കുറെ ടീംസുകൾ കൂടെ ഉണ്ട്. ഈ പറഞ്ഞ പ്രിയങ്കയൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിനകത്ത് ബലിയാടായിട്ടുള്ള വേറൊരു ടീമുണ്ട്. അൻസിബ ഇതിനകത്ത് ഒരു ബലിമൃഗമാണ്. അൻസിബ ഈ നീനാക്കുറുപ്പിനെ, ഈ ഉടായിപ്പ് നീനാക്കുറുപ്പിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അൻസിബയുടെ ഗതികേട് കൊണ്ട് ട്രസ്റ്റ് ചെയ്യുന്നതാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്ക് അല്ലെങ്കിൽ ഈ അവിഹിതം, ജിഹാദി ഇങ്ങനെയുള്ള വിളികൾക്ക് ഇരയായി എന്ന് ഈ സംഘടനയുടെ ഉള്ളിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നീനാക്കുറുപ്പ് മാത്രമാണ്. പരസ്യമായിട്ട് വന്ന് അൻസിബ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നീനാക്കുറുപ്പ് മാത്രമാണ്. ആ സപ്പോർട്ടോട് ഇല്ലാതായി കഴിഞ്ഞാൽ വേറെ ഒരു കുഞ്ഞും അൻസിബയ്ക്ക് സപ്പോർട്ടില്ല. അതുകൊണ്ട് അൻസിബയുടെ ഗതികേട് കാരണമാണ് അൻസിബ നീനാക്കുറുപ്പിന്റെ കൂടെ നിൽക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അൻസിബിനകത്ത് വേറെ ഡബിൾ റോൾ കളിക്കുന്നൊന്നും നോ ഐഡിയ. പിന്നെ ഈ അതുല്യ ആൻഡ് സെക്യൂരിറ്റി മുഹമ്മദ്, ഇവർ രണ്ടുപേരും ശ്വേത ആൻഡ് ടീമിന്റെ സപ്പോർട്ടാണ്. ഇതും അവരുടെ ഗതികേട് കൊണ്ടാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കു ആൻഡ് ടീമാണ് ഈ പറയുന്ന അതുല്യയെ പുറത്താക്കിയത്. ഇവരെ പുറത്താക്കിയതിനു ശേഷം തിരിച്ച് വിളിച്ച് അവരെ പിന്നെ ആ ജോലിയിൽ ഇരുത്തിയതാരാണ്? ശ്വേതാ മേനോനാണ്. അപ്പൊ പിന്നെ അതിന്റെ ഒരു നന്ദിയും കൂറും ആർക്കുണ്ട്? അതുല്യക്കുണ്ട്. നിലവിൽ ഇപ്പൊ ഇവർക്ക് ജോലി ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു സെറ്റപ്പാ. ഓഫീസിലോട്ടൊന്നും വരേണ്ട, വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യുക. ആ രീതിയിലൊക്കെയാണ് ഇപ്പൊ ഇവിടെ നിർത്തിയേക്കുന്നത്. ഇവർക്ക് പൈസ കിട്ടാനുണ്ട്, ഓവർ ടൈം ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ പൈസ കുറെ കിട്ടാനുണ്ട്. അങ്ങനെ അതിനൊക്കെ ഉള്ള ഇതായിട്ടാണ് അവർ ഇപ്പം കൊണ്ടുപോയി കേസ് കൊടുത്തേക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പിറകെ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ വീണ്ടും പരാതികൾ വരുമ്പം ഞാൻ തന്നെ സംസാരിക്കണമല്ലോ, ഞാൻ നടിയല്ലല്ലോ. എന്നെ ടെർമിനേറ്റ് ചെയ്തു എന്ന് പറയുന്ന ദിവസം മുതൽ
അന്ന് വൈകുന്നേരം മുതൽ നീനാക്കുറുപ്പ് എന്നെ തുരുതുരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്നോട് പറയുന്നത്, ഈ വാശിക്ക് മോൾ അടുത്ത ജോലിക്ക് കയറണം, മോളെ എന്നാണ് വിളിക്കാറ്, ഈ വാശിക്ക് മോൾ അടുത്ത ജോലിക്ക് കയറണം. എന്നിട്ട് പറഞ്ഞ് ഇവർ എൻ്റെ നമ്പർ കൊടുത്ത പ്രകാരം എനിക്കറിയാത്ത പല മെമ്പേഴ്സും എന്നെ വിളിക്കുന്നു, എൻ്റെ ബയോഡേറ്റ വാങ്ങുന്നു. അപ്പോൾ ഇവരുടെ ഈ ധൃതി കണ്ടപ്പോഴേ എന്തോ ഒരു അസ്വാഭാവികത നമുക്കുണ്ട്. അതിനുശേഷമാണ് ഇവർ തന്നെ പല മെമ്പേഴ്സിനോടും കുക്കും ഉണ്ണിയും നമ്മുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞത് ഞാൻ അറിയുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ചെയ്തത്. കാരണം എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാനാണെന്ന് മനസ്സിലായതുകൊണ്ട് റെക്കോർഡ് ചെയ്തതാണ്. അതിനകത്താണ് ഈ വിക്ടിം കാർഡ് കളിക്കണമെന്നും ലക്ഷ്മിപ്രിയയുടെ കേസിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തതെന്നും ഇങ്ങനെ ഒരുത്തനുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ട് നാളെ വെർജിനാണെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നത് ഇതിനകത്താണ്. അത് മീഡിയയോട് സംസാരിച്ചാണ് അവർ ആ ഒരു എക്സാമ്പിൾ എന്നോട് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇവരെ ഇപ്പോൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഇവരെ പിന്നെയും പിന്നെ ഇതിനകത്തോട്ട് പിടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്, മറ്റവരെ വെളുപ്പിക്കാൻ വേണ്ടി, സ്വയം വെളുക്കാൻ വേണ്ടിയിട്ട്. അവരുടെ കുറ്റങ്ങളെല്ലാം കൂടെ ഇവരുടെ മെക്കെട്ട് കയറ്റി വെച്ചിട്ട് അവർക്ക് തലയുരണം. ഇതാണ് നടക്കുന്ന പരിപാടി. അതുല്യക്ക് അറിയാമല്ലോ, എന്താ അതുല്യ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? പൊതുവെ എനിക്ക് മനസ്സിലായിടത്തോളം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു ഒഫീഷ്യൽ കാര്യങ്ങളും എനിക്ക് ആദ്യമേ തന്നെ നിർദ്ദേശം തന്നിട്ടുള്ളത് സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ ഈ 3 പേരും കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം അറിയണം എന്ന് പറഞ്ഞതിൽ നിന്നും മാറി പ്രസിഡന്റിനോടൊന്നും പറയാൻ പാടില്ല എന്ന നിലയിൽ ഇവരെനിക്ക് നിർദ്ദേശം തരുന്നുണ്ട്. ആ നിർദ്ദേശം തന്നപ്പോൾ തൊട്ടും അതിന് മുന്നേയും ഞാൻ കൃത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഞങ്ങൾ 4 പേരുള്ളൊരു ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഗ്രൂപ്പ് വഴിയായിരുന്നു. പറഞ്ഞ മനസ്സിലായല്ലോ. ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസിഡന്റിന്റെ അടുത്ത് ഒരു കാര്യവും പറയരുത്. ആര്? കുക്കു ആൻഡ് ടീം. ഇവൾ ഇത് പോയിട്ട് കൃത്യമായിട്ട് പ്രസിഡന്റിന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം ഇവളെ അടിച്ച് വെളിയിൽ കളയുക, അതാണ് കാര്യം. ഈ കുക്കു പരമേശ്വരന്റെ, ഉണ്ണി ശിവപാലിന്റെ ഒക്കെ ചൊൽപ്പടിക്ക് ഒത്ത് ഇവർ നിന്നില്ല. ഇവരുടെ കാര്യങ്ങളെല്ലാം പോയി പ്രസിഡന്റിന്റെ അടുത്ത് പറയുന്നു. ഇവര് ബാക്കി ഈ പ്രസിഡന്റും സെക്രട്ടറിയും ആൻഡ് 2 ടീമാണ്. എഗനിസ്റ്റ് ആണ്, ദുഷ്മനാ. ആ ലിങ്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ അതുല്യെ ഏതെങ്കിലും രീതിയിൽ അവരാതോ അവിഹിതോ പറഞ്ഞ് അവിടെ പേര് ചീത്തയാക്കി അവളെ വെളിയെടുത്ത് കളയാൻ ശ്രമിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ അത് ഉണ്ണി ശിവപാൽ പല പ്രശ്നങ്ങളും എന്റെ തലയിൽ വെക്കുന്നതായിട്ട് കമ്മിറ്റിയിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ട്, അപ്പം ഇനി ഒഫീഷ്യലി ഗ്രൂപ്പിൽ മാത്രം റെസ്പോണ്ട് ചെയ്താൽ മതി എന്ന് ശ്വേതാ മേഡം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ മാത്രം സംസാരം ഒതുക്കി. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇയാൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് പിന്നീട് ഒരവസരത്തിൽ ശ്വേതാ മേനോൻ പുറത്തു പോവുകയും ഈ 3 പേര്, ഞാന്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാലും മാത്രം അടങ്ങുന്ന ഒരു ഗ്രൂപ്പായി മാറുകയും ചെയ്തു. എന്നിരുന്നാലും ഈ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ, അതായത് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും, എന്റെ അറിവോട് കൂടി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സെയിം ടൈം പേഴ്സണലി പ്രസിഡന്റിനെയും കൂടി അറിയിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോഴും എനിക്ക് കിട്ടുന്ന നിർദ്ദേശം പറയരുത്. അതുപോലെ കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിലും എനിക്ക് പരാതികളുണ്ടെങ്കിലും പ്രസിഡന്റിനെ മറച്ചു വെച്ചുകൊണ്ട് ഇവര് ചില കാര്യങ്ങൾ അവിടെ നടത്തുന്നു അല്ലേ? ഉറപ്പായും. ഇത് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണോ അതോ ലോബിയിങ്ങിന്റെ ഭാഗമാണോ? അവര് വേറൊരു ഗ്യാങ് തിരിക്കലിന്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ പ്രസിഡന്റ് ഒരു പരിധിവരെ എല്ലാ കാര്യങ്ങളും സെൻസിബിൾ ആയിട്ട് തീരുമാനം എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്ര വർഷമായിട്ട് ഇപ്പൊ അമ്മയിലുണ്ട്? ഞാൻ 7 മാസം. 7 മാസം. ഈ പുതിയ സമിതി വന്നതിന് ശേഷമാണല്ലേ? അതെ. ഒക്ടോബർ മുതൽ. ചുരുക്കത്തിൽ ഇവരെ കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല അല്ലേ അതുല്യ? തോന്നുന്നില്ല. ശരി അതുല്യ, എന്തായാലും ഇത് വല്ലാത്ത കഥയായി പോയി. അപ്പം അതാണ് കഥ. പിടികിട്ടിയല്ലോ. ഇതിന്റെ പുറകിലുള്ള മോട്ടീവ് എന്താണെന്ന് മാത്രം ഒന്ന് വ്യക്തമായി അറിഞ്ഞാൽ കൊള്ളാം. ഇവരിതൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് സാമ്പത്തിക ലാഭം, അതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പരിശോധിക്കണം, എന്നാലേ ആരൊക്കെ എത്രയൊക്കെ മുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാകത്തുള്ളൂ. പിന്നെ 2, ഇത് നമ്മൾ ഭരിക്കണം, നമ്മുടെ ലോബി ഇത് ഭരിക്കണം, നമ്മളെ എഗനിസ്റ്റ് ആയിട്ട് വേറെ ആരും വന്ന് നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു പരിപാടി. അത് ഈ 2 കൂട്ടർക്കും അങ്ങനെ ഒരു ഇതുണ്ട്. ഈ 2 ടീമിനും അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്. അപ്പൊ ഇവർക്ക് എഗനിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എടുത്ത് കളയുക. അത് എന്ത് അപരാധവും പടച്ചുവിട്ട് എടുത്ത് കളയുക. ഇനി അൻസിബയുടെ ഇഷ്യൂലോട്ട് വരാം. അൻസിബ ഇതിന്റെ ഒരു വിക്ടിമാണ്. അൻസിബ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ ജോയിന്റ് സെക്രട്ടറിയുടെ കസേരയിൽ കയറി ഇരുന്ന് അന്ന് തൊട്ട് ടോർച്ചറിങ് ആണ്. അപ്പൊ അൻസിബയും പുകച്ച് പുറത്ത് ചാടിക്കുക എന്നുള്ളത് ഇതിനകത്ത് ഒരു ഗ്രൂപ്പിന്റെ അജണ്ടയാണ്. ഇനി അൻസിബയുടെ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആലപ്പി അഷ്റഫ് പുള്ളിക്കാരന്റെ യൂട്യൂബ് ചാനലിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ പുള്ളി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആലപ്പി അഷ്റഫ് പറയുന്നത് അൻസിബ ഇതിനു മുമ്പും മറ്റൊരു നടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. പുള്ളി പറയുന്ന വീഡിയോ ഞാൻ വെക്കാം. അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം.
അപ്പോൾ ഈ ജിഹാദി വിളി, അവിഹിത കഥകൾ ഇത് ടിനി ടോം മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇതൊരു ലോബി, ഇതൊരു ടീമപ്പ് ആയിട്ടുള്ള ആക്രമണമാണ്. ടിനി ടോം മാത്രമല്ല ഇതിനകത്തുള്ളത്. ഈ മോഹൻലാലുമായിട്ടുള്ള അവിഹിതം പറഞ്ഞുണ്ടാക്കിയത് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലുമാണെന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ അതുല്യയും ഉറപ്പ് പറയുന്നുണ്ട് പുള്ളിക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് കുക്കു ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. ഈ സെക്യൂരിറ്റിയും അതുല്യയും തമ്മിലുള്ള ഫോൺ സംഭാഷണം, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ 100% ഉറപ്പാണ് കുക്കു അങ്ങനെ ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ ഒരു മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ സെയിം ആണ്. ഇവർക്ക് എഗനിസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും പുറത്താക്കണമെങ്കിൽ ഒരു അവിഹിത കഥകൾ പറഞ്ഞുണ്ടാക്കുക. ഈ പെണ്ണിനെ അതുല്യ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവർ സെയിം കഥ മെനഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അൻസിബയ്ക്ക് എഗനിസ്റ്റ് നിൽക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ഈ കുക്കുവിന്റെ ടീമാണോ അതോ മറ്റേ പ്രസിഡന്റിന്റെ ടീമാണോ അൻസിബയ്ക്ക് എഗനിസ്റ്റ് നിൽക്കുന്നത് എന്നുള്ള കാര്യം, അതോ ഈ രണ്ട് ടീമും നിങ്ങൾക്ക് എഗനിസ്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ നീനാക്കുറുപ്പ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തൊക്കെ ചിലപ്പോൾ കൂടെ നിൽക്കും. അൻസിബ എങ്ങനെ വിളിച്ചതാണ്, ഞാൻ എവിടെയും പറയാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കും. പക്ഷെ നീനാക്കുറുപ്പ് മറ്റേ പരിപാടിയാണ് കാണിക്കുന്നത്, കൂടെ നിന്നിട്ട് നമ്മുടെ തല തിന്നും. അത് നമ്മൾ അറിയത്തില്ല, ഏറ്റവും അവസാനം അറിയത്തോളൂ. അതുകൊണ്ട് അൻസിബ മനസ്സിലാക്കേണ്ടത് ആരാണ് തനിക്ക് എഗൻസ്റ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ്. തീവ്ര മത നിലപാടുകളുള്ള ചില സ്ത്രീകളുണ്ട്, അവർ കൂടി ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ചിലരൊക്കെ പറയുന്നു തീവ്രവാദി എന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്ന്. എന്നാൽ എന്നോട് ഇതിന്റെ ഒരു ഭാരവാഹി സ്ത്രീ സംസാരിച്ചപ്പോൾ അൻസിബയെ ഇതേ വാക്ക് ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തിരുന്നു. സത്യത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ എന്നാ പിന്നെ നമ്മുടെ ചേച്ചി തന്നെ ആയിരിക്കും, അത് സംശയമൊന്നുമില്ല. നമ്മുടെ പ്രിയ ചേച്ചി, നമ്മുടെ സ്വന്തം പ്രിയ ചേച്ചി പറഞ്ഞില്ലെങ്കിലേ ഉള്ള അതിശയം. ഇത് അൻസിബ മാത്രമല്ല, ഈ ജിഹാദി അല്ലെങ്കിൽ ഈ ജാതിപരമായിട്ടുള്ള അതിശയം അവിടെ നേരിട്ടുള്ളത്. ഉഷാ ഹസീന പുള്ളിക്കാരത്തി ഒന്ന് തുറന്നു പറയുന്നുണ്ട്. നീനാക്കുറുപ്പ് എന്നോടും പറഞ്ഞു, നീനാക്കുറുപ്പ് സാക്ഷിയാണ് കേട്ടത്, പിന്നെ അൻസിബ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്നെയും വിളിച്ചു. എന്നെ അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ ജനറൽ ബോഡിക്ക് പറയണമെന്ന് അംഗമെന്ന നിലയ്ക്ക് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് സംഘടനയിലാണ്. അപ്പോൾ സംഘടനയിലേക്ക് ഞാൻ പറയാനായിട്ട് ജനറൽ ബോഡിക്ക് പറയാനിരിക്കുകയാണ്. എന്നെയും പറഞ്ഞു ജിഹാദിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആരാണ് പറഞ്ഞതെന്നും ഇത് ആരാണ് പറഞ്ഞതെന്നും ഒക്കെ ഞാൻ ജനറൽ ബോഡിക്ക് പറയും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ഭാരവാഹിയായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുടുംബ സംഗമത്തിന്. അപ്പൊ ടിനി ടോം മാത്രമല്ല ഇമാതിരി പ്രയോഗങ്ങൾ നടത്തുന്നത്, പലരും ഉണ്ട്. ഇതോടൊപ്പം അൻസിബയുടെ ഒരു വോയിസും കൂടെ ഈ ആലപ്പി അഷ്റഫ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ നിസ്സഹായാവസ്ഥ എത്രമാത്രം ഉണ്ടെന്ന് വോയിസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്, ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനാക്കുറുപ്പ് ചേച്ചി വന്നു. നീനാക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല എന്ന് 100% ഈ പറഞ്ഞ കാര്യം ശരിയാണ്. ഈ സംഘടന കൊണ്ട് ഒരു സ്ത്രീക്ക് ഇതുവരെ ഒരു നീതി ലഭിച്ചിട്ടില്ല, ലഭിക്കുകയില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഇരിക്കുന്ന സ്ത്രീകൾ ഇരിക്കുന്ന പരിഗണന, നീതി നല്ല പരിഗണന പോലും കിട്ടില്ല. അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അവരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിന്റെ മേളിൽ കയറിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശ്വേതാ മേനോൻ പ്രസിഡന്റ് ലോകവാഴി, ഒരു കഴിവുമില്ല. അവർക്ക് അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും അവർക്ക് അറിയേ വേണ്ട. ഇവർ ഈ ഇലക്ഷന് മുമ്പ്, ഈ സംഘടന ഇലക്ഷന് മുമ്പ് വന്നിരുന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജയിച്ചതിന് ശേഷം അതിജീവിതയെ ഈ സംഘടനയിലോട്ട് തിരിച്ചു കൊണ്ടുവരും. ദിലീപിന്റെ കേസിൽ അതിജീവിതയെ സംഘടനയിലോട്ട് തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവർ
പറഞ്ഞ എന്താണ്, സംഘടനയിലുള്ള കുറച്ച് 1-2 ആളുകൾക്ക് അതിജീവിതയെ സംഘടനയിലോട്ട് കൊണ്ടുവരുന്നതിന് താല്പര്യക്കുറവുണ്ട്, അതുകൊണ്ട് ആ പരിപാടി നടക്കത്തില്ല. ഒരു സംഘടനയിൽ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? ഒരു കാര്യം പറയുമ്പോൾ അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കിയിട്ടാണ്. ഇവിടെ ശ്വേതാ മേനോൻ പറയുന്നത് 1-2 ആളുകൾ പേഴ്സണലായിട്ട് ഇവരെ വിളിച്ച് പറഞ്ഞു ഈ വ്യക്തിയെ കൊണ്ടുവരുന്നതുകൊണ്ട് താല്പര്യമില്ല. 1-2-3 ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് അതിജീവിതയെ കൊണ്ടുവരുന്നില്ല. ഇതാണ് നിങ്ങളെല്ലാം ഭൂരിഭാഗം നോക്കിയിട്ട് അല്ലെങ്കിൽ വോട്ട് ഇട്ടിട്ടാണല്ലോ പാസ്സാക്കുന്നത്, എന്തുകൊണ്ട് ഇത് പാസ്സാക്കിയില്ല? അപ്പൊ എത്ര പേര് പിന്തുണയ്ക്കുന്നുണ്ട്, എത്ര പേര് പിന്തുണയ്ക്കുന്നില്ല എന്നറിയാമല്ലോ. അതാ പറഞ്ഞേ, ഇവിടെ ഈ ഒരു സംഘടന കാരണം ഒരു നടിക്കും ഒരു ഗുണവോ ഒരു നീതിയോ കിട്ടാൻ പോകുന്നില്ല. പാഴ് സംഘടന, ഈ സാമാനം പിരിച്ചുവിടുന്നതാണ് നല്ലത്. പിന്നെയും അത് നമ്മൾ ആഗ്രഹിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പണിയില്ലാതെ നിൽക്കുന്ന കുറെ നടന്മാരും നടികളൊക്കെ ഉണ്ട്. ഇവർക്ക് പെൻഷൻ മാസം ഒരു ചെറിയ തുകയാണെങ്കിലും കിട്ടുന്നുണ്ട്, മരുന്ന് മേടിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ്. അതുപോലും ഇങ്ങനെയുള്ള ഈ നാറികൾ ഈ തലപ്പത്ത് കയറിയിരിക്കുന്ന സമയത്ത് കൃത്യമായി നടക്കുമെന്നുള്ള കാര്യം അറിയില്ല. ഈ ആലപ്പി അഷ്റഫ് പുറത്തുവിട്ട ഈ ഓടിയുടെ ഏറ്റവും അവസാനം അൻസിബ പറഞ്ഞു വെക്കുന്നത് ടിനി ടോമിന്റെ തെറിവിളി, അതിനെപ്പറ്റി. ടിനി ടോം തെറി വിളിക്കുന്നവനാ, ഇത് പുള്ളി തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒച്ചമ്പളൊക്കെ ഉണ്ടാവും. അത് ഞാൻ സ്റ്റേജ് ഇവന്റ്സ് നോക്കുന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്ത് വിളിക്കുന്നതല്ലാതെ അല്ലാതെ പേഴ്സണൽ വിളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഞാൻ സ്റ്റേജ് ഷോ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറി വിളിക്കാറുണ്ട്. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അതേ മൈൻഡ് സെറ്റോട് കൂടി, ഇപ്പൊ ടിനി ടോം വിളിക്കുന്ന അതേ ഫ്രണ്ട്ഷിപ്പിന്റെ മൈൻഡ് സെറ്റോട് കൂടി ആ തെറിവിളിയെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അയാൾക്ക് തോന്നിയില്ല ഇത് ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് വിളിക്കാൻ തെറിവിളിയാണെന്ന് തോന്നിയില്ലെങ്കിൽ, ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണെങ്കിൽ എന്നെ ഇമ്മാതിരി തെറിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ വിളിക്കാൻ തെറിവിളി കേട്ടിട്ടില്ലല്ലോ, പറയാം, അതിനെ പറ്റി പറയാം, ഞാൻ നല്ലത് പറയും. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്ന സ്ത്രീകളെ പറ്റി പറയുന്നുണ്ട് അൻസിബ ആ ഓഡിയോക്കകത്ത്. 1 ലക്ഷ്മിപ്രിയ, 2 പ്രിയങ്ക പറയുന്നതെന്ന് കേൾക്ക്. ഇന്ന് വരെ ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു അംശം പോലും ടിനിയുടെ അടുത്ത് ഞങ്ങൾക്കൊരു വൃത്തികേടായിട്ടോ സംസാരീതിയിലോ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഈ ലക്ഷ്മിപ്രിയ ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊലസ്ത്രീകളാണ്. തെറി വിളിക്കണം, അയ്യോ എന്റെ ചേട്ടൻ തെറി വിളിച്ച് നല്ലത്, ഗുരുത്വം വരട്ടെ എന്നും പറയാം, തൊഴുത് കൊമ്പെട്ട് നിൽക്കുന്ന ടൈപ്പ് ടീംസ് ആണ് ഇവര്. അപ്പൊ പിന്നെ ഇവർക്ക് തെറി വിളിക്കുന്നതാണെങ്കിലും തലോടലായിട്ടേ തോന്നത്തോളൂ. തന്തയ്ക്ക് വിളിക്കുന്ന തള്ളയ്ക്ക് വിളിക്കുന്നതൊക്കെ ഭയങ്കര മാന്യമായിട്ട് തോന്നത്തോളൂ. ഒരു ചെറുക്കൻ ഈ ടിനി ടോമിന്റെ കാറിനെ പറ്റി എന്തോ ഒരു കമന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് തെറി വിളിച്ച മുതലാണ് ഈ ടിനി ടോം. ഈ ഒരു പറട്ട വണ്ടിയെ പറ്റി ഞാൻ എന്തോ കോമന്റ് ചെയ്തിട്ടുണ്ട്, പുള്ളിക്ക് അത് ഭയങ്കര ഫീൽ ആയിട്ട് എന്റെ മേക്കിട്ട് കയറുന്നു, എന്നെ ഇതൊക്കെ വിളിക്കുന്നു, എന്റെ ഫാദറിനെ വിളിക്കുന്നു, മദറിന് വിളിക്കുന്നു, താൻ ആരാടോ? കാറിനെ പറ്റി എന്തോ കമന്റ് ചെയ്തതിന് അവന്റെ കിക്ക് ബോക്സിൽ പോയിട്ട് അവൻ തള്ളക്കി തന്നേക്കും വിളിക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ വിളിക്കുന്ന തെറിവിളി എന്നിട്ട് എന്തോ ആയിരിക്കും. അപ്പൊ ഈ നീനാക്കുറുപ്പ് അമ്മയ്ക്ക് കൊടുത്തൊരു പരാതി ഉണ്ട്. ആ പരാതി എന്താണെന്ന് നമ്മുടെ ആലപ്പി അഷ്റഫ് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. ഞാനതൊന്ന് വെക്കാം. ഈ നീനാക്കുറുപ്പ് ഉടായിപ്പാണെങ്കിലും ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ആ തെറി വിളിക്കുന്നതിനെ പറ്റി പറഞ്ഞത് 100% ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആലപ്പി അഷ്റഫിന്റെ വീഡിയോ നോക്കാം, നിങ്ങളത് കാണും. മറ്റൊരു എക്സിക്യൂട്ടീവ് മെമ്പറായ നീനാക്കുറുപ്പിന്റെ സങ്കടങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവർ അമ്മയുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും അവർക്ക് സംഘടനയിലെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരമായ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തി പരാതി നൽകേണ്ടി വന്നു. ആ കത്തിന്റെ പൂർണ്ണ രൂപം വായിക്കാൻ പറ്റില്ല, കാരണം അതിൽ നിറയെ അശ്ലീല പദങ്ങളാണ്. എന്നാലും ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ടു ദി പ്രസിഡന്റ് ആൻഡ് ദി ജനറൽ സെക്രട്ടറി, ആദരണീയ മാഡം, അമ്മ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ ടിനി ടോമിന്റെ ആവർത്തിച്ചുള്ള ദുർവ്യവഹാരം, അസഭ്യവും അംഗീകരിക്കാനാകാത്തതുമായ പെരുമാറ്റം എന്നിവയെ സംബന്ധിച്ച് ഗൗരവമായ ഒരു ഔദ്യോഗിക പരാതി സമർപ്പിക്കുന്നതിനായാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിലെ അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്നെ പരസ്യമായി അസഭ്യവും അശ്ലീലവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച് അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂമോളെ, നിന്റെ അമ്മയുടെ ഡാഷ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എന്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കൈമുട്ട് മുറുക്കി ആക്രമണോത്സുകമായ രീതിയിൽ എന്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ സന്നിഹിതരായ പലരും ഇതിന് സാക്ഷിയാണ്. അവർ പിടിച്ചു മാറ്റിയത് കാരണമാണ് അന്നേ ദിവസം ഞാൻ ശാരീരികമായി മർദ്ദിക്കപ്പെടാഞ്ഞത് എന്നതാണ് സത്യം. ഇത്തരം പെരുമാറ്റം ഭീതിപ്പെടുത്തുന്നതും
ഞെട്ടിക്കുന്നതും ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിന് യോജിക്കാത്തതുമാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലെന്ന കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടിനി ടോം പല അവസരങ്ങളിലും നേരിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പൊതുസ്ഥലങ്ങളിലുമായി മറ്റ് പലരോടും അസഭ്യവും അപമാനകരവും വേദനിപ്പിക്കുന്നതുമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും അപമാനിക്കുന്ന തരത്തിലാണ്. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ മേൽ മത തീവ്രവാദത്തിന്റെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും അപമാനകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനും ഞാൻ സാക്ഷിയാണ്. ഇതൊക്കെയാണ് മീനാക്കുറുപ്പിന്റെ കത്തിലുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അൻസിബയും പുള്ളിക്കാരത്തിയുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള ബന്ധം അതിനെപ്പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് ഒരു തവണ അൻസിബ ഇവിടെ DNA ശരിയല്ല എന്നുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ അവിടെ പാരമ്പര്യം അവിടെ നന്ദ ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അമ്മയുടെ മറ്റേത് എന്ന് വിളിച്ച് പറയുന്നതാണ് മറ്റേ ചേച്ചി എടുത്തമ്മ പറഞ്ഞത്. ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വിളിക്കാറുണ്ട്. നമ്മൾ വിളിക്കാറില്ല, നമ്മുടെ സംസ്കാരത്തിൽ അങ്ങനെ ഒന്നും വിളിക്കാറില്ല. ചേച്ചി ഫ്രണ്ട്സിനെ ഒന്നും നിന്റെ അമ്മയുടെ ഒന്നും വിളിക്കാറില്ല. ചേച്ചിയുടെ ചിലപ്പം ചേച്ചി തൊട്ട് വണങ്ങുമായിരിക്കും നിന്റെ അമ്മയുടെ ഒന്നും അങ്ങനെ പറയുമ്പോൾ. ഇതിനെയൊക്കെ ന്യായീകരിച്ച് വരുന്ന ഇവറ്റകളൊക്കെ എന്ത് പേരിട്ടാണ് അദ്ദേഹം വിളിക്കേണ്ടത്? ഇപ്പൊ ഇങ്ങനെയുള്ള ടിനി ടോമിനെയാണ് ഒരു പുണ്യാളനായിട്ട് ഇവളുമാരൊക്കെ വന്നിരുന്ന് ചിത്രീകരിക്കുന്നത്. ടിനി ടോം മാന്യനാണ്. എന്താണെങ്കിലും അൻസിബയും പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ന്യൂസ് കൊടുക്കാം. രഞ്ജിത്ത്, ഹൻസിബ 2 പരാതികളാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് അമ്മ സംഘടനയിലും മറ്റൊന്ന് പോലീസിലും. അമ്മ സംഘടനയിൽ നൽകിയിരിക്കുന്ന പരാതി ലക്ഷ്മി പ്രിയയ്ക്കും ടിനി ടോമിനും എതിരെയാണ്. ടിനി ടോം തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു, താൻ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞു പരത്തി, അതോടൊപ്പം തന്നെ പേരിൽ അവിഹിത കഥകൾ മെനഞ്ഞെടുക്കുന്നു എന്നീ പരാതികളാണ് ടിനി ടോമിനെതിരെ അമ്മ സംഘടനയിൽ മാധ്യമങ്ങളിലടക്കം ഉയർത്തിയത്. എന്തായാലും ഈ ഒരു പരാതി കേൾക്കാനായി തയ്യാറെടുക്കുകയാണ് അമ്മ സംഘടന. 1 മുതൽ 3 വരെയുള്ള തീയതികളിൽ ഏതെങ്കിലും ദിവസം കയ്യിലുള്ള തെളിവുകളുമായി ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹൻസിബ അതിന് മറുപടിയായി അയച്ചത് 1-ാം തീയതി തനിക്ക് വരാം, ബാക്കി ദിവസങ്ങൾ തനിക്ക് പല അസൗകര്യമുണ്ട്, സ്വകാര്യ പരിപാടികളുണ്ട്, അല്ലെങ്കിൽ 7-ാം തീയതി കഴിഞ്ഞതിന് ശേഷമായിരിക്കും താൻ ഹാജരാകുക എന്നതാണ്. ഇന്നലെ ജനറൽ ബോഡിക്ക് മുന്നേ ആയിട്ടുള്ള, അതായത് ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന്റെ തയ്യാറെടുപ്പുകൾ, അതിന് മുന്നോടിയായിട്ടുള്ള ഒരു യോഗം എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ അമ്മയിൽ നടന്നിരുന്നു. അതിലടക്കം ഹൻസിബയുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്തു. ഹൻസിബ മറുപടിയായി നൽകിയ കത്തിൽ മറ്റൊരു ആവശ്യം കൂടി പറയുന്നത്, ഈ തന്റെ പരാതി കേൾക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിരിക്കരുത്. കാരണം ആ കമ്മിറ്റിയിലുള്ള ആളുകൾക്കെതിരെയാണ് താൻ പരാതി നൽകിയത്. അവർ തന്നെ പരാതി കേൾക്കുന്നത് തനിക്ക് നീതി ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പുറത്തു നിന്നുള്ള നിഷ്പക്ഷമായി നിൽക്കുന്നവർ നിർദ്ദേശിച്ച പേരുകൾ, ഒന്ന് MLA കൂടിയായിട്ടുള്ള രമേശ് പിഷാരടി, മറ്റൊന്ന് ധ്യാൻ ശ്രീനിവാസൻ, മാല പാർവതി. ഇവർ 3 പേരുമായിരിക്കണം തന്നെ പരാതി കേൾക്കുക. അല്ലെങ്കിൽ തനിക്ക് കൂടി ബോധ്യപ്പെടുന്ന മറ്റാരെങ്കിലും, നിഷ്പക്ഷരായി നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന ആരെങ്കിലും ആയിരിക്കണം തന്നെ പരാതി കേൾക്കുക എന്നതാണ്. എന്തായാലും ഇത് അമ്മ സംഘടന അതീവ ഗൗരവമായി തന്നെയാണ് ഹൻസിബയുടെ പരാതി. ഹൻസിബയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനയൊന്നും യാതൊരു സപ്പോർട്ടും ഇല്ല. ഈ പരാതി കൊടുത്തേക്കുന്നത് അമ്മ സംഘടനയ്ക്ക്, തലപ്പത്തിരിക്കുന്നവർക്കെതിരെയാണ് പരാതി കൊടുത്തേക്കുന്നത്. അവർക്ക് അനുകൂലമായിട്ടുള്ള ഇതെല്ലാം എടുക്കത്തുള്ളൂ. കാര്യമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണമെന്നില്ല. ചുമ്മാതെ ഒരു പരാതി കൊടുത്തു, അത്ര തന്നെ, വേറെ കാര്യമൊന്നുമില്ല എൻ്റെ അപ്പുറത്തോട്ട്. ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞത് ഇത്രയും തീട്ട കേസുകൾ, ഇനി അറിയാത്ത എന്തോ തീട്ടക്കഥകൾ കിടപ്പുണ്ടായിരിക്കും, ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതൊക്കെയാണ് അമ്മയിൽ നിലവിൽ നടക്കുന്ന അപരാധങ്ങൾ. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പം ശരി, ബൈ.